മലപ്പുറത്തേക്ക് കൂടി പോവാം. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മണ്ണാണല്ലോ. അപ്പോൾ അരുൺ അമൃതാനുണ്ട്. അരുണേ, ഫുട്ബോൾ മലപ്പുറത്തിനോട് പ്രത്യേകം ചോദിക്കേണ്ടതില്ല, എങ്കിലും ആവേശം എങ്ങനെയുണ്ടോ അവിടെ? തിരിച്ച് ഇപ്പോഴൊക്കെ ഇവിടെ ഒരു ഉത്സവാന്തരീക്ഷമാണ്. ഇത് ലോകകപ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് പറയണ്ട. ഓരോരുത്തരും ഇങ്ങനെ മനസ്സിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് വരാനുള്ളതാണ്. കോഴിക്കോട്ടെ കാഴ്ച കണ്ട് നമ്മൾ ശരിക്കും ഞെട്ടി. പക്ഷേ ഈ കസേരകളൊക്കെ നോക്കൂ, ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതൊക്കെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ദിവിച്ചിനെ കാണിക്കാം. ഇതൊക്കെ നിറയാൻ പോവാണ്. ഇവിടെയൊക്കെ ആളുകൾ എത്ര, അതിന്റെ ഒഴുക്കങ്ങൾ ഇവിടെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഓരോരുത്തരും വഴിയിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ തന്നെ പറയാനുള്ളത് ഈ സ്പെയിൻ്റെ കാര്യം. മിന്നമല്ല പൂട്ടാൻ പറ്റുമോ, അങ്ങനെ സ്പെയിൻ ആണെങ്കിൽ മെസ്സി ഇത്തവണയും പണിയാവോ, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക തന്നെയാണല്ലേ. നാട്ടിൽ മൊത്തം വർത്താനം ഇതാ. കോഴിക്കോടൊക്കെ വമ്പ ആൾക്കാർ ഇപ്പോഴേ കൂടി, അതാണ് നമ്മളെ മലബാർ. പക്ഷേ നമ്മളെ മലപ്പുറത്തേരെ സംബന്ധിച്ച് ഓരോ ആൾക്കാരും നോക്കലും വാക്കിലും ഒക്കെ ഫുട്ബോൾ തന്നെ പറയുന്നുള്ളൂ. തീർച്ചയായും ഫുട്ബോൾ ഇവിടെ ജീവിതത്തിലെ രക്തത്തിൽ അലിഞ്ഞ സാധനമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇന്നത്തെ 12:30 മണിയോടുകൂടി ഈ ടൗൺ ഹാളിൻ്റെ അപ്പുറം നിറഞ്ഞിരിക്കും. സാധാരണ കളി കഴിഞ്ഞാൽ ഈ ടൗണിലേക്കാണ് ആളുകൾ വണ്ടിയെടുത്ത് ഈ ചുറ്റുപാടുള്ള ആളുകൾ ആഘോഷിക്കാൻ വരാറ്. ഇന്ന് ആഘോഷിക്കാൻ എന്തായാലും ഒരു കാരണം, ഏതെങ്കിലും ടീം ഇന്ന് ഫൈനലിൽ തീരുമാനമാവുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ടീമിൻ്റെ ആൾക്കാരുണ്ടാവും. അർജന്റീന ഫാൻസ് ഉണ്ടാവും, അർജന്റീനയ്ക്ക് എതിരുള്ള ഫാൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. അതെ, നമ്മുടെയൊക്കെ മലപ്പുറത്ത് പെട്ടെന്ന് എന്താ പറയുക, അങ്ങനെ ഒരു സ്ഥലത്ത് കൂടുന്നതിനേക്കാൾ അപ്പുറത്ത് ഓരോ അങ്ങാടിയിലും കവലകളിലും ആളുകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടി ആരാധകണ്ട്, എന്താ ജയിക്കുമെന്ന്? ജയിക്കും. റയൽ മാഡ്രിഡിന്റെ ജേഴ്സി ഇട്ട് അർജന്റീന വിരുദ്ധയാണ്. അർജന്റീനയാണ്. ജേഴ്സി മാറ്റണം. ഡ്രസ് മാറി വരും. ഇത് നമ്മളെ അർജന്റീനക്കാരിങ്ങനെ നിരന്ന് കുറച്ച് നേരമായിട്ട് തന്നെ ഇങ്ങനെ ഭയങ്കര പണിയിലാണ്. എന്താണ് ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ഞങ്ങൾ 2 ദിവസമായി നമ്മൾ ബെവറേഴ്സിന്റെ യൂത്ത് ലീഗിന്റെ അതുപോലെ മലപ്പുറം നഗരസഭയുടെ ബാനറിൽ നമ്മൾ ഏകദേശം ഒരു 1500 കപ്പാസിറ്റിയാണ് ടൗൺ ഹാളിലുള്ളത്. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 2000 ആക്കുള്ള ഇത് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് VIP നമ്മളെ കോഴിക്കോടൊക്കെ 4 മണിക്കൂർ മുന്നേ ആള് നിറഞ്ഞു. അപ്പോൾ മലപ്പുറത്ത് ആവേശം എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നല്ലേ ഒരു പരിപാടി കഴിഞ്ഞ് പോയിട്ടുള്ളൂ. 1-2 പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പോയിട്ടുള്ളൂ. ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാർ സാർ ഇവിടെ വരും. ചെയർപേഴ്സണ്, ബെവറേഴ്സിന് നേതാക്കന്മാർ പ്രകമ്പനം കൊള്ളു നമ്മള് മലപ്പുറം നഗരം. തീർച്ചയായിട്ടും ഇന്നും മൊത്തം പൊളിക്കാൻ പോകും. പ്രകമ്പനം കൊള്ളിക്കും. ഇപ്പൊ ഇങ്ങനെ ശാന്തമായിട്ട് തന്നെ നിൽക്കട്ടെ. വരാനിരിക്കുന്നത് വലുതാണ്, നമുക്ക് കാഴ്ചകളിൽ തന്നെ കാണിക്കാം അല്ലെ. ഇതാ കുറെ പേരൊക്കെ ഇപ്പോഴേ വന്ന് എന്തൊക്കെയാ സ്ഥിതി നോക്കാൻ വന്നായിരിക്കും. ശരി, ഏത് ടീമിന്റെ ആരാധകനാ? നമ്മൾ ബേസിക്കലി അർജന്റീന ഫാനാണ്. പക്ഷെ ഇന്ന് സ്പെയിന് ഡിഫൻസ് സ്ട്രോങ് ആണ്, അത് പേടിയുണ്ട്. അവിടെയും അതിനെ മറികടക്കാൻ ഒരു ഫാക്ടർ ഉണ്ടാവും. ഉണ്ട്, പക്ഷെ മെസ്സിയാണ് നമ്മളുടെ എക്സ് ഫാക്ടർ. അതാണ് നമ്മൾ ധൈര്യം. അതെ, ആ മെസ്സി ഫാക്ടർ വിശ്വസിക്കുന്ന അർജന്റീന ആരാധകർ, ഒപ്പം എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധത്തിൽ. ശരി അരുൺ, എന്തായാലും അവിടെ ടൗൺ ഹാളിൽ ആളുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അവിടെയും ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ കോഴിക്കോടാണ് ഞെട്ടിച്ച്. ഇത്ര മണിക്കൂർ മുമ്പേ അവിടെ പാട്ടുപരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താൻ വേണ്ടി പാട്ടുപരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ആരാധക കൂട്ടങ്ങളിലേക്ക് പോകാം. ഒരു